എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബോക്സ് പ്ലീറ്റ് ആയിട്ടുള്ള സ്കേർട്ടാണ് തയ്ക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാനിവിടെ പഴയ ഒരു സാരിയാണ് സ്കേർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലെ മുന്താണി പോർഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അളവുകൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഇതാ 4 ആക്കിയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഒരു സൈഡാണ് കട്ട് ചെയ്തിട്ടുള്ള, ഒരു സൈഡ് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെ എടുത്തിട്ടുള്ളത് 26 ഇഞ്ചാണ്. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ഇവിടെ ഒരു ഭാഗം ക്ലോസ് ചെയ്ത ഭാഗവും ഒരു ഭാഗം ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 35 ഇഞ്ചാണ്. ഇനി ഞാനിപ്പോൾ ഇവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ഇറക്കം നമ്മൾ എപ്പോഴും മെയിൻ ക്ലോത്തിനേക്കാളും കുറച്ച് കുറവാക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇത്രയും കുറവാക്കിയിട്ട് ഒരു 2 ഇഞ്ച് കുറവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി വീതിയെല്ലാം അതിൻ്റെ പോലെ തന്നെ സെയിം തന്നെയാണ്. ഇനി നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പീസാണ്. ഇതിപ്പോൾ 2 ആക്കി മടക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്. അതുപോലെ തന്നെ നീളം എടുത്തിരിക്കുന്നത് 14 ഇഞ്ചാണ്. ഇത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹിപ്പിൻ്റെ വണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും അതുപോലെ തന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു 2 പോയിന്റും ഇതുപോലെ ഒരു ബോക്സ് പോലെ ആയിട്ട് വരച്ചെടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് വരുന്നത്. ഈ തയ്യൽ തുമ്പ് കുറച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു അളവുണ്ടല്ലോ, അതിൻ്റെ 3 ഇരട്ടി വേണം നമ്മൾ ഇതാ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ സ്കേർട്ടിൻ്റെ ആ ഒരു വീതി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബോക്സ് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1.5 ഇഞ്ചിൽ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്നും 3 ഇഞ്ച് നീക്കിയിട്ടൊരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിങ്ങിൽ നിന്നും നമ്മളൊരു 3 ഇഞ്ച് നീക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കുക ഈ ഒരു ക്ലോത്ത്. ഇനി നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇതുപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് കിട്ടും. ഇത് നമ്മൾ ചീത്ത ഭാഗത്താണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ ഫ്രണ്ട് ഭാഗത്താണ് അറിയാതെ മാർക്ക് ചെയ്തു പോയത്. ചീത്ത വശത്തായിട്ട് ഈ മാർക്കിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പോയിന്റ് വിട്ടിട്ട് നമ്മൾ 2ാമത്തെ പോയിന്റ് മുതലാണ് പിടിക്കുന്നത്. 2ാമത്തെ പോയിന്റ് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലോട്ട് വെച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? ഈ ഒരു 2ാമത്തെ പോയിന്റില്ലേ, ആ ഒരു പോയിന്റിനെ ഇതുപോലെ പിടിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പിൻ കുത്തി കൊടുക്കാം. പിൻ കുത്തിയതിന് ശേഷം നമ്മുടെ ഈ ഒരു പ്ലീറ്റ് നമുക്ക് ശരിയായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കോട്ടൻ്റെ ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ. ഇത് കുറച്ച് കോട്ടൺ മിക്സ് ആയ കാരണമാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പോയിൻ്റ് എടുക്കുക. അത് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങോട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നേരത്തെ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, നേരത്തെ നമ്മൾ ഈ ഒരു ക്ലോത്തിനെ ഇങ്ങോട്ടേക്കല്ലേ മടക്കിയത്, ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പിൻ തന്നെ ഇതുപോലെ അങ്ങ് കുത്തിയെടുക്കാം. ഇപ്പോൾ താഴ്ഭാഗം വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴ്ഭാഗത്ത് ഓരോ പിൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചീത്തവശത്താണ് മടക്കി എടുത്തിരിക്കുന്നത്. അതിങ്ങ് തിരിച്ചിടുമ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് നല്ലൊരു ബോക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പോയിന്റിനെയും മടക്കിയെടുക്കാം. ഈ ഒരു പോയിന്റിന് നമ്മൾ ഇങ്ങോട്ടേക്ക് വേണം കേട്ടോ മടക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ടൊരു പിൻ കുത്തി കൊടുക്കാം. ഇനി ഇതാ ഈ ഒരു പോയിന്റിനെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് മടക്കി കൊടുക്കുക. ഇവിടെയും നമുക്ക് പിൻ കുത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും പ്ലീറ്റ്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതാ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ലൈനിങ് ക്ലോത്ത് എടുക്കുക. ലൈനിങ് ക്ലോത്തിൻ്റെ താഴ്ഭാഗം ഞാനിവിടെ രണ്ടാക്കിയിട്ട് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഞെറിവുകളായി ഇട്ട് കൊടുത്തതിന് ശേഷം തയ്ച്ചെടുക്കുക. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക സൈഡ് ഭാഗം. അതായത് നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 4 ഇഞ്ചിൽ താഴോട്ടേക്കായിട്ട് നമുക്കിവിടെ ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇവിടെ നിന്നും ഇവിടോട്ടായിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ താഴെ നിന്നുമാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടെ വെച്ച് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ മെത്തേഡിൽ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്ത് നമ്മൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ 4 ഇഞ്ചിൽ നമുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ താഴ്ഭാഗം ഇതുപോലെയുണ്ട്, മുകൾ ഭാഗം ഇതുപോലെ കേട്ടോ. ഇത് ലൈനിങ്ങിൻ്റെ ക്ലോത്താണേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്തിനെ ഇതുപോലെ വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ അകത്തൂടെ കടത്തിയെടുക്കാം. ഇങ്ങനെ കടത്തിയെടുത്തതിന് ശേഷം നമ്മളുടെ ഈ 4 ഇഞ്ചിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മളുടെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും രണ്ടും തമ്മിൽ നമുക്കിതാ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഒരു ലൈനിങ് ക്ലോത്തിനെ നമുക്ക് ഇങ്ങനെ മുന്നിലേക്ക് എടുത്തിട്ട് മെയിൻ ക്ലോത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളുടെ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തത് നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും തമ്മിൽ ചേർത്തങ്ങ് തയ്ച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ നിവർത്തി വെക്കുക കേട്ടോ. എന്നിട്ട് ലൈനിങ്ങിൻ്റെ പുറത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിൻ്റെ അരികു വശം രണ്ടാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ നടുമടക്കി കൊടുക്കുക. നടുമടക്കിയതിന് ശേഷം നമ്മൾ ഇതാ ലൈനിങ്ങിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ ഒരു റൗണ്ട് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നമ്മൾ ഈ ഒരു റൗണ്ട് ചുറ്റുമായിട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ബോക്സ് പ്ലീറ്റൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്